ശബരിനാഥ് ജുവലറി ഉടമ ശബരിനാഥ് രാധാകൃഷ്ണൻ്റെ കൈകളിൽ ചന്ദ്രയാൻ 3 പേടകത്തിൻ്റെ മാതൃകയിലുള്ള രൂപം. വളരെയധികം അതിശയം തോന്നിക്കുന്ന ഈ പേടകത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ശബരിനാഥിൻ്റെ വാക്കുകൾ കേൾക്കാം. ചന്ദ്രയാൻ്റെ പേടകം ചെയ്യുന്നതെന്നാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചന്ദ്രയാൻ ചെയ്തു, രണ്ടാം ചന്ദ്രയാൻ ചെയ്തു, മൂന്നാമത്തെ ചന്ദ്രയാൻ, ഇന്ത്യയുടെ അഭിമാന പാചകമായ ചന്ദ്രയാൻ പേടകം വിജയകരമായി വിക്ഷേപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു അഭിമാനപൂർവ്വം ഇങ്ങനെ ലോകം മൊത്തം അറിയുമ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നിയ ഒരു ചന്ദ്രയാൻ്റെ പേടകം തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കാനാണ് ആഗ്രഹം? ഇതിപ്പം നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുക്കാനാണ്, ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതിക്ക് നൽകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് പണിതത് എൻ്റെ സ്ഥാപനത്തിലെ പണിക്കാരനായ അനന്തകുമാറാണ്. പുള്ളിയാണ് ഇതിനു മുമ്പ് പല നാനോ ഉപകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. 2005 രാഷ്ട്രപതിക്ക് നൽകാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ നിലവിളക്ക് ഓടക്കുഴലും പണിത് രാഷ്ട്രപതിക്ക് നൽകി. അതുപോലെ തന്നെ റോക്കറ്റുകൾ, ബലം പിരിശങ്ക്, ഓടക്കുഴൽ, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ആഭരണങ്ങൾ ചെയ്യാനും പുള്ളിയുടെ ആ ഒരു ഉത്സാഹം. അപ്പോൾ അതിനുള്ള മുന്നോടിയായി അദ്ദേഹത്തിന് പണിയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് അങ്ങനെ പണിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ ചന്ദ്രയാൻ്റെ പേടകം തന്നെ ചെയ്യണമെന്ന് പുള്ളി പറയുകയും അതിൻ്റെ ഒരു ഇതിൽ ഞാൻ അതിൻ്റെതായി ചെയ്യുകയാണ്. ഇപ്പോൾ 1 മാസം കൊണ്ടുള്ള പൂർത്തിയാക്കിയാണ് ചെയ്തത്. പണിക്കാർ പലരും ചെയ്തുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട, സന്തോഷകരമായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേടകമാണ് ഇത് സ്വർണ്ണത്തിൽ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പേടകം നമ്മുടെ രാഷ്ട്രപതിക്ക് നൽകണമെന്നുള്ള ആഗ്രഹമാണ്. ഈ പേടകം ചെയ്തത് എൻ്റെ ജോലിയിലെ 10-25ഓളം വർഷമായി എൻ്റെ കൂടെ പണിയുന്ന എൻ്റെ പണിക്കാരനായ അനന്തകുമാറിന് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ചരിത്രപ്രസിദ്ധമായ നെയ്യാറ്റിക്കര പട്ടണത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ശബരിനാഥ് ജുവലറി. ഈ ജുവലറിയിൽ രാഷ്ട്രപതിക്ക് കുഞ്ഞൻ പേടകം സമ്മാനിക്കാൻ കാത്തിരിക്കുന്ന ശബരിനാഥ് രാധാകൃഷ്ണനെ നമുക്ക് കാണാം.